നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ഈവനിംഗിലേക്ക്. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം ശക്തമാവുകയാണ്. രാജ്യവ്യാപകമായി IMA പണിമുടക്കുകയുമാണ്. മുഴുവൻ കുറ്റവാളികളെയും പിടികൂടണമെന്നും തങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവർത്തിക്കുകയാണ് സമരക്കാർ ഇന്ന് പ്രതിഷേധത്തിൽ. കേരളത്തിലും ഡോക്ടേഴ്സ് OP ബഹിഷ്കരിച്ചതോടെ രോഗികൾ വലയുന്ന കാഴ്ചയും കണ്ടു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. രോഗികളുടെ ജീവൻ കാക്കുന്ന ഡോക്ടർമാർക്ക് ആര് സുരക്ഷയൊരുക്കും? ഇന്ന് ന്യൂസ് ഈവനിംഗ് ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വനിതാ കമ്മീഷന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഗുരുതരമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ സംഭവത്തിൽ. അതിന്റെ വിശദാംശങ്ങളായിരിക്കും ബൽറാം നെടുങ്ങാടി കൊൽക്കത്തയിൽ നിന്ന് നൽകുക. ഇന്നത്തെ ഡോക്ടർമാരുടെ സമരം ഏത് തരത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ മറ്റ് ആശുപത്രികളെയും ബാധിച്ചിട്ടുള്ളത് എന്നതിന്റെ വിശദാംശങ്ങൾ ഹരികൃഷ്ണൻ നൽകും. ഒപ്പം തന്നെ നമ്മളോടൊപ്പം അതിഥികൾ ഈ വൈകുന്നേരം ചേരുന്നുണ്ട്. IMAയുടെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ശശിധരൻ, അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ നാദിയ, കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി ഡോക്ടർ സ്വാലിഹ് ഷംസുദ്ദീൻ, ഒപ്പം തന്നെ പൊതുപ്രവർത്തകൻ ശ്രീ ഡിജോ കാപ്പൻ എന്നിവർ. നമുക്ക് ആദ്യം ബൽറാം നെടുങ്ങാടിയുടെ റിപ്പോർട്ടിലേക്ക് പോകാം. ബൽറാം നമ്മളോടൊപ്പം ഉണ്ട് കൊൽക്കത്തയിൽ നിന്ന്. ബൽറാം, ഇന്നിപ്പോൾ വനിതാ കമ്മീഷന്റെ സംസ്ഥാന കമ്മിറ്റി ഈ കാര്യം പരിശോധിക്കുകയും അവരൊരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സംഭവത്തിൽ അന്വേഷണം CBI നടത്തുമ്പോഴും തെളിവ് വ്യാപകമായി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. രാഷ്ട്രീയമായ താല്പര്യങ്ങൾ ഈ കൊലപാതകത്തിലെ യഥാർത്ഥ കാരണക്കാരെ കണ്ടെത്തുന്നതിന് തടസ്സമാകുന്നു എന്ന വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്താണ് വനിതാ കമ്മീഷന്റെ കണ്ടെത്തൽ? ഗോപികൃഷ്ണൻ, ഈ വിഷയം വളരെ സജീവ ചർച്ചയാകുകയും ഡോക്ടർമാരുടെ ജൂനിയർ ഡോക്ടർമാരുടെ പ്രതിഷേധം രൂക്ഷമായി മുന്നോട്ട് പോവുകയും ചെയ്ത ഘട്ടത്തിലാണ് വിഷയത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ ഇടപെടുകയും രണ്ടംഗ സമിതിയെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ സമിതിയുടെ റിപ്പോർട്ടാണ് തയ്യാറായിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ആശുപത്രിയിൽ ഡോക്ടർമാർക്ക്, വനിതാ ഡോക്ടർമാർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. മതിയായ സുരക്ഷ രാത്രികാലങ്ങളിൽ, രാത്രി ഷിഫ്റ്റുകളിലും മറ്റും ജോലി ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മറ്റ് ടോയ്ലറ്റ് സംവിധാനങ്ങൾ പോലും ഈ ആശുപത്രിയിൽ പര്യാപ്തമായിരുന്നില്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. അതിനൊപ്പം തന്നെ ഏറ്റവും നിർണായകമായ കാര്യം എന്നുള്ളത്, ഈ സംഭവം നടന്നു, ഇതിനെതിരായ ശക്തമായ പ്രതിഷേധം നടന്നു വരുന്നതിനിടെയാണ് മണിക്കൂറുകൾക്കകം എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ ഈ ആശുപത്രിയിലെ ഈ മൃതദേഹം കണ്ടെത്തിയ സെമിനാർ ഹാൾ, 4ാം നിലയിലുള്ള സെമിനാർ ഹാളിൽ അതിൽ അറ്റകുറ്റപ്പണിക്കായി ശ്രമങ്ങൾ ഉണ്ടാകുന്നു. ഇതിന്റെ പേരിൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത് എന്നുമുള്ള ഗുരുതരമായ പരാമർശവും ഈ റിപ്പോർട്ടിലുണ്ട്. എന്തായാലും സംഭവത്തിൽ ഉടനടി CBIയുടെ അന്വേഷണം പൂർത്തിയാക്കി എത്രയും വേഗം തന്നെ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കണം എന്ന ശുപാർശയാണ് ഈ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. പ്രതിഷേധം അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നതിനിടെ CBIയുടെ അന്വേഷണവും ചോദ്യം ചെയ്യലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നിലവിലിപ്പോൾ ഈ മുൻ പ്രിൻസിപ്പൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയാണ് CBI ആസ്ഥാനത്ത്. ഇന്നലെ വൈകിട്ട് 3 മണി മുതൽ തുടർച്ചയായി 13 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് അദ്ദേഹത്തെ വിട്ടയച്ചത്. വീണ്ടും 10 മണിക്ക് CBIക്ക് മുന്നിൽ ഹാജരായി. ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യൽ 10 മണി മുതൽ ഇപ്പോൾ ഇതുവരെയും ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാനമായി ആശുപത്രിയിൽ ഫോറൻസിക് സംഘം ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. CBIയുടെ മറ്റ് ഈ ആശുപത്രിയിലെ ഫോറൻസിക് വിഭാഗത്തിലെ പ്രൊഫസർ അടക്കമുള്ളവർ. വനിതാ കമ്മീഷന്റെ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഇതിലെ സുപ്രധാനമായ തെളിവുകൾ തേച്ചുമായ്ച്ച് കളയാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണല്ലോ. കാരണം ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതായത് ആ ക്രൈം സീൻ കൃത്യമായിട്ട് അത് സീൽ ചെയ്യാനും അതിൽ പരിശോധന നടത്തുന്നതിനുമൊക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന, പിടിയിലായിരിക്കുന്ന ഒരാൾ പോലീസിനെ സഹായിക്കുന്ന സന്നദ്ധ പ്രവർത്തകനായ സഞ്ജയ് റോയ് ആണ്. അപ്പോൾ ഇതെല്ലാം വലിയ ഒരു മാഫിയയുടെ, ഒരു റാക്കറ്റുമായി ബന്ധപ്പെട്ട, മയക്കുമരുന്ന് റാക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു വലിയ സംഘം, ഒരു വലിയ ചങ്ങല ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വേണമല്ലോ വനിതാ കമ്മീഷന്റെ ഈ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ടിനെ നമ്മൾ പരിഗണിക്കാൻ. ഇത്തരം ആരോപണങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന പരാമർശങ്ങൾ ആ റിപ്പോർട്ടിലുണ്ടോ?
ഗോപികൃഷ്ണൻ, തീർച്ചയായും ഈ വനിതാ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രസക്തമാകുന്നത് ഇതിനോടൊപ്പം തന്നെ ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾ സംബന്ധിച്ചാണ്. അതിന് പിന്നാലെ അതിൽ പ്രധാനമായതും അഴിമതിയുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് പ്രിൻസിപ്പലിനെതിരെ ആയ അഴിമതി കേസുകൾ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഒപ്പം തന്നെയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരു റാക്കറ്റ്, മയക്കുമരുന്ന് സെക്സ് റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നു ഈ ക്യാമ്പസുമായി ബന്ധപ്പെട്ട എന്നും അതിന് ഉന്നതരുമായി ബന്ധമുണ്ട്, രാഷ്ട്രീയ ബന്ധങ്ങളും അതിനുണ്ടായിരുന്നു, അത്തരത്തിലുള്ള തണൽ അതിന് നൽകിയിരുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുമെന്ന് CBI വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, ഒപ്പം തന്നെ കേസ് വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ പലതവണ നടന്നു എന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ഗുരുതരമായ ഒരു കുറ്റകൃത്യം നടന്ന രംഗം ആയിട്ട് പോലും അത് അസ്വാഭാവിക മരണം എന്ന് മാത്രം രജിസ്റ്റർ ചെയ്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ മതിയായ തരത്തിലുള്ള ഗൗരവത്തോടെ ഇത് മുന്നോട്ട് പോയില്ല, കുടുംബത്തെ ആത്മഹത്യയെന്ന് അറിയിച്ചു. ഒപ്പം തന്നെ ഈ സംഭവം നടന്ന് ദിവസങ്ങൾക്കകം തന്നെ ഈ അതേ ഹാളിൽ അറ്റകുറ്റപ്പണിക്ക് എന്ന പേരിൽ തെളിവുകൾ വ്യാപകമായി നശിപ്പിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത്. അതിന് പിന്നാലെ ഓഗസ്റ്റ് 14 നടന്ന അക്രമ സംഭവങ്ങൾ, ഈ അക്രമികളും ലക്ഷ്യം വെച്ചിരുന്നത് ഈ സെമിനാർ ഹാളിലെത്തി ഇവിടെയുള്ള ബാക്കി തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ CBI അന്വേഷണത്തെ സഹായിക്കുന്നതായിട്ടുണ്ട് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാം നില വരെ ഈ അക്രമികൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളതും ഏറെ ഗൗരവമുള്ള വിഷയമാണ്. ശരി ബൽറാം നെടുങ്ങാടി, ബൽറാം പറഞ്ഞതുപോലെ തന്നെ വനിതാ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഗുരുതരമായ ചില പരാമർശങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലെ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. കൊൽക്കത്തയിലെ RG കർ സർക്കാർ മെഡിക്കൽ കോളേജിലെ 4-ാം നിലയിൽ അവിടെ സെമിനാർ ഹാളിൽ വിശ്രമിക്കുകയായിരുന്ന യുവ ഡോക്ടർക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. ക്രൂരമായ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെ എന്നത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ശരിയായ ദിശയിലായിരുന്നില്ല പോരുന്നത്. ഇപ്പോൾ CBI ഇക്കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. മാത്രമല്ല, ജോലി ചെയ്ത വാർഡിൽ ഒരു വിശ്രമമുറി ഇല്ലാത്തത് കൊണ്ടാണ് ഈ വനിതാ ഡോക്ടർക്ക് 4-ാം നിലയിലെ സെമിനാർ ഹാളിൽ പോയി തലചായ്ക്കാൻ പോകേണ്ടി വന്നത്. ഇതടക്കം ആശുപത്രികളിലെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളിലുള്ള ആശങ്ക വനിതാ കമ്മീഷന്റെ ഈ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ കേസ് തേച്ചുമായ്ച്ച് കളയാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. ഇതിന് പിന്നിൽ ഒരു മയക്കുമരുന്ന് സെക്സ് റാക്കറ്റ് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അവരുടെയൊക്കെ ഗൂഢാലോചനയും ഇടപെടലും ഒക്കെ ഈ സംഭവത്തിന് പിന്നിലുണ്ട് എന്നുമൊക്കെയുള്ള സംശയങ്ങൾ ഉണർത്തുന്നതാണ് വനിതാ കമ്മീഷന്റെ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കം. ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത്. രാജ്യവ്യാപകമായി ഡോക്ടർമാർ ഇന്ന് പണിമുടക്കുകയാണ്. അവർ പ്രതിഷേധത്തിലാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം, അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമായി മുന്നിൽ നിൽക്കുന്നത് ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷയൊരുക്കാൻ, സംരക്ഷണം ഒരുക്കാൻ അവിടെ ഒരു കേന്ദ്ര നിയമം വേണമെന്നുള്ളതാണ്. നമുക്കറിയാം, കേരളമടക്കം 25 സംസ്ഥാനങ്ങളിലാണ് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായിട്ടുള്ള നിയമനിർമ്മാണം നടത്തിയിട്ടുള്ളത്. ഇത് പര്യാപ്തമല്ല, ഒരു കേന്ദ്ര നിയമത്തിൻ്റെ അപര്യാപ്തത ഇവിടെ കാണുന്നുണ്ട് എന്ന കാര്യം എടുത്തു ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ ഈ 24 മണിക്കൂർ നേരത്തെ ഡോക്ടർമാരുടെ ഈ പണിമുടക്ക് ഇത് ചിലയിടങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് രോഗികൾക്ക്. പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും സമീപ പ്രദേശത്തെ ആശുപത്രികളിലൊക്കെ രാവിലെ OPക്ക് വേണ്ടി എത്തിയ ആളുകൾക്ക് ടിക്കറ്റ് കിട്ടുകയും എന്നാൽ അവർക്ക് ഡോക്ടർമാരെ കാണാൻ കഴിയാതിരിക്കുകയും ചെയ്ത സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഹരികൃഷ്ണൻ ചേരുന്നു നമ്മളോടൊപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന്. ഹരി, തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ ഇന്നിപ്പോൾ രാജ്യമൊട്ടാകെയുള്ള ഡോക്ടർമാരുടെ പ്രതിഷേധമാണ് 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ്. തിരുവനന്തപുരത്ത് എന്തായിരുന്നു സാഹചര്യം? ഡോക്ടർമാരുടെ പ്രതിഷേധ റാലികളും അതോടൊപ്പം തന്നെ പ്രതിഷേധ കൂട്ടായ്മകളും ഒക്കെ പലയിടങ്ങളിലും കണ്ടു. രോഗികളെ ഇതെങ്ങനെ ബാധിച്ചു തിരുവനന്തപുരത്ത്? ഗോപി, സംസ്ഥാനത്ത് ഈ സമരം അത് അക്ഷരാർത്ഥത്തിൽ രോഗികളെ വലച്ചു എന്ന് തന്നെ വേണം പറയാൻ, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളതാണ്. അതായത് ഈ OP സംവിധാനവും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഈ അടിയന്തര ശസ്ത്രക്രിയകൾ അല്ലെങ്കിൽ അത്തരത്തിൽ അടിയന്തര ആവശ്യങ്ങൾക്കുള്ള ആശുപത്രി സൗകര്യങ്ങൾ മാത്രമാണ് ഇന്ന് പ്രവർത്തിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. നമുക്കറിയാം, ഈ സമയമാകുമ്പോഴും ഈ മെഡിക്കൽ കോളേജിലേക്ക് ഈ നിരവധി രോഗികളും മറ്റും എത്തുന്നതാണ് ചികിത്സയ്ക്കായി. പക്ഷേ നിലവിൽ ഇവിടുത്തെ ഒരു സാഹചര്യം വെച്ച ഈ അടിയന്തര ശസ്ത്രക്രിയകൾ
തിരക്കുള്ള ആളുകൾ മാത്രമാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. ഈ ഒ പി സേവനമൊന്നും ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെ തന്നെ നമ്മൾ ആ പ്രതിഷേധം കണ്ടതാണ്. ഈ നാളെ രാവിലെ 6 മണി വരെയാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഉള്ളത്. ഈ IMAയുടെ തന്നെ സംസ്ഥാന ഭാരവാഹികൾ, KGMO, ഈ അധ്യാപക സംഘടന തുടങ്ങി എല്ലാവരും തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധത്തോട് ബംഗാളിലെ കൊൽക്കത്തയിലെ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിൽ അതിൽ ഐക്യദാർഢ്യം, അതിൽ ഇരയ്ക്ക് നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരം തുടരുകയാണ്, പ്രതിഷേധം തുടരുകയാണെന്നുള്ളതാണ്. സംസ്ഥാനത്തെ മറ്റു പലയിടങ്ങളിലും ഇത്തരത്തിൽ പ്രധാനമായും എറണാകുളം അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലൊക്കെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. IMAയുടെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ശശിധരൻ, അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ നാദിയ, കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി ഡോക്ടർ സ്വാലി ഷംസുദ്ദീൻ, പൊതുപ്രവർത്തകൻ ശ്രീ ഡിജോ കാപ്പൻ, ഇവരാണ് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ വൈകുന്നേരം നമ്മുടെ അതിഥികൾ. ഡോക്ടർ ശശിധരൻ, ഡോക്ടർ, ഇവിടെ ഇപ്പോൾ കേരളമടക്കം 25 സംസ്ഥാനങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അവരില്ലെങ്കിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കൊൽക്കത്തയിൽ ഈ RG കർ സർക്കാർ ആശുപത്രിയിൽ നടന്ന സംഭവത്തിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഡോക്ടർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെമിനാർ ഹാളിൽ പോകുന്നു. കാരണം അവർ ജോലി ചെയ്യുന്ന വാർഡിൽ അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ച് അവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇപ്പം നമ്മളുടെ കേരളത്തിലുണ്ടായ, അതായത് 2023 മെയ് 10 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹൗസ് സർജൻ ഡോക്ടർ വന്ദനാദാസിന് നേരിടേണ്ടി വന്നതിന് സമാനമായ സ്വഭാവത്തിലുള്ള ഒരു ആക്രമണമാണ്. പക്ഷേ ഇതിനൊരു വ്യത്യസ്ത സ്വഭാവവും ഉണ്ട്. കാരണം ഇതിന് പിന്നിൽ ഒരു മാഫിയ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ നെറ്റ്വർക്ക് ഇതിന് പിന്നിലുണ്ട്. അവർക്ക് രാഷ്ട്രീയ തണലേകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു മെഡിക്കൽ കോളേജിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വനിതാ കമ്മീഷൻ്റെ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ പറയുന്നത് പോലെ ഈ പ്രതികൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടായതാണോ യഥാർത്ഥത്തിൽ ഇതിലെ കാതലായ പ്രശ്നം? അങ്ങനെയാണോ IMA കാണുന്നത്? ഇതിലിപ്പോൾ ഇവിടെ സൂചിപ്പിച്ച കാര്യം ഞാൻ മനസ്സിലാക്കി. അതിനു മുമ്പ് ഞാൻ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ ഒരു സേവനങ്ങൾ നിർത്തിവെച്ചുകൊണ്ടുള്ള, അതായത് OP സേവനങ്ങളും മറ്റ് സേവനങ്ങൾ, അതായത് വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന രോഗികളെ പരിചരിക്കുക, അതേപോലെ തന്നെ എമർജൻസി സർവീസ്, ഇതൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സമരമാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രാജ്യവ്യാപകമായി അതിൻ്റെ ഭാഗമായിട്ട് കേരള സംസ്ഥാന ശാഖ കേരളത്തിലും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ഇന്നലത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇപ്പോഴത്തെ വിവര സാങ്കേതിക വിദ്യയുടെ പ്രത്യേകത കൊണ്ട് നമ്മൾ ഇന്നലെ തന്നെ എല്ലാ വിവരങ്ങളും മാധ്യമങ്ങൾക്കും മറ്റെല്ലാവർക്കും നൽകിയിരുന്നു. ഞങ്ങൾ ഇന്നേപോലെ ഇന്ന് രാവിലെ 6 മണി മുതൽ നാളെ രാവിലെ 6 മണി വരെ എല്ലാ സേവനങ്ങളും നിർത്തിവെക്കുകയാണ്. എക്സെപ്റ്റ്, അതായത് അത്യാഹിത സംവിധാനങ്ങളെയും വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന രോഗികളെയും എമർജൻസി ഓപ്പറേഷനുകളെയും ഒഴിവാക്കിക്കൊണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ സമരത്തെ കൊണ്ടുപോകാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഒരിക്കലും വിചാരിക്കാറുമില്ല. ഇത്തവണയും അത് കരുതിയിട്ടില്ല. രോഗികളെ ഒട്ടും തന്നെ ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാണിക്കാൻ ഏറ്റവും ലഘുമായ ഒരു സമരമുറയാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഡോക്ടർ, ഞാൻ അങ്ങനെ പറയാൻ കാരണം ഡോക്ടർ ഇപ്പോൾ IMA നടത്തുന്ന ഈ രാജ്യവ്യാപക പ്രതിഷേധത്തെ ഓടുള്ള വിമർശനം എന്ന സ്വഭാവത്തിലല്ല. പക്ഷേ രോഗികളിൽ ചിലർ പറയുന്നത് അവർ രാവിലെ അവർക്ക് OP ടിക്കറ്റ് കൊടുക്കുന്നു. പിന്നെയാണ് അവരോട് പറയുന്നത്, ഇപ്പോൾ ഇതര ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഇത് അറിയില്ലായിരുന്നു. അവരെത്തി OP ടിക്കറ്റ് വാങ്ങിയ ശേഷം ഡോക്ടറെ കാണാൻ കഴിഞ്ഞില്ല എന്ന് പരാതിപ്പെട്ടവരുണ്ട്. പിന്നെ ശ്രീചിത്ര പോലെയുള്ള അല്ലെങ്കിൽ RCC പോലെയുള്ള ആശുപത്രികളിൽ എത്തുന്നവർ, അവർ പറയുന്നത് ഇന്നിപ്പോൾ അവർക്ക് ടോക്കൺ കിട്ടി ഡോക്ടറെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മറ്റൊരു ദിവസത്തേക്ക്, അതായത് 1-2 ആഴ്ചകൾ കഴിഞ്ഞ ശേഷമായിരിക്കും പിന്നെ ആ ഡോക്ടർക്ക് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുക, ആ ഡോക്ടർ അവിടെ ഉണ്ടാവുക. ആ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവർ നേരിട്ടു എന്നാണ്. പക്ഷേ ഞാൻ അത് സൂചിപ്പിച്ചത് നിങ്ങൾ നടത്തുന്ന പ്രതിഷേധത്തിന് ന്യായമില്ല എന്ന അർത്ഥത്തിലല്ല. പക്ഷെ അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ ചില രോഗികൾക്കുള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതാണ് ഞാൻ പറഞ്ഞത്. ശരി, അത് മനസ്സിലാക്കുന്നു. കാരണം അത് സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള സമരത്തിലാണ്, ആരോഗ്യ മേഖലയിൽ ഇങ്ങനെയുള്ള സമരം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. കാരണം ഈ OP ടിക്കറ്റ് കൊടുത്തു എന്നുള്ളത് അത് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പ്രശ്നങ്ങളായിരിക്കാം. അത് എനിക്ക് തോന്നുന്നു അവിടുത്തെ അധികൃതർ അത് പെട്ടെന്ന് തന്നെ ഇടപെട്ടിട്ട് എന്തെങ്കിലും ഒരു സേവനം നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കിയേക്കാം. അതുപോലെ തന്നെ മറ്റ് ഒരു പ്രശ്നം പറഞ്ഞത് ശ്രീചിത്ര പോലുള്ള വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്ത് വരുന്നതാണ്. നമ്മൾ ഒരിക്കലും അതൊന്നും അങ്ങനെ നേരിട്ട് ചെന്ന് തടയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവാറില്ല. കാരണം
അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും അല്ലെങ്കിൽ അവർക്ക് താൽക്കാലിക സേവനം നൽകാനുള്ള സംവിധാനങ്ങൾ എല്ലായിടത്തും പ്രവർത്തിക്കാറുണ്ട്. ഒരിക്കലും രോഗികൾ ബുദ്ധിമുട്ടിക്കാറില്ല. എന്തായാലും അത് ഞാനൊരു സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് കൊൽക്കത്ത മെഡിക്കൽ കോളേജ് നടന്നിരിക്കുന്ന അതിക്രൂരമായ ഒരു മാനഭംഗവും അതിനോടനുബന്ധിച്ച ശേഷമുള്ള കൊലപാതകമാണ്. നമ്മുടെ ഒരു സഹോദരിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ അതിന് ശേഷം 9-ാം തീയതി ഇൻസിഡൻറ്റ് നടന്ന് 13-ാം തീയതി ബഹുമാനപ്പെട്ട കൽക്കട്ട ഹൈക്കോടതി തന്നെ കണ്ടെത്തി. കാരണം ഇതിലുള്ള നടപടിക്രമങ്ങൾ പോരാ, അതിന് ഒരുപാട് ന്യൂനതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് CBI ഏറ്റെടുക്കണമെന്ന് ഹൈക്കോടതി അന്ന് തന്നെ സ്വമേധയാ ഒരു നിരീക്ഷണം നടത്തിയിട്ട് പറഞ്ഞിട്ടുള്ള അടിസ്ഥാനത്തിലാണ് CBI കേസ് ഏറ്റെടുത്തത് തന്നെ. അതിനുശേഷമാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന വനിതാ കമ്മീഷൻ്റെ അന്വേഷണ അല്ലെങ്കിൽ തെളിവെടുപ്പിലുള്ള ആ കണ്ടെത്തലുകൾ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായി ഇത് തന്നെയാണ് ഒരു പ്രശ്നം. കാരണം വെച്ചാൽ നമുക്ക് 25ഓളം സംസ്ഥാനങ്ങളിൽ ആശുപത്രി അല്ലെങ്കിൽ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന സേവനം ചെയ്യുന്ന ഡോക്ടർമാർ മറ്റനുബന്ധ പ്രവർത്തകർക്കുള്ള സംരക്ഷണ നിയമം നിലവിലുണ്ടെങ്കിലും പലപ്പോഴും ഈ നിയമങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ തന്നെയാണ് ഇത് നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുന്നതുകൊണ്ടുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത്. കാരണം ഒരു സംഭവം നടന്നു, ഒരു അക്രമം നടന്നു, ഇപ്പോൾ ഒരു കൊലപാതകം നടന്നു, അതിനുശേഷം തന്നെ അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകുന്ന വീഴ്ചകളും പുറത്തു നിന്നുള്ള ഇടപെടലുകളും പലപ്പോഴും ഇതിന് തടസ്സങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുറ്റവാളികൾ ശരിക്കും കണ്ടെത്താൻ പറ്റാത്ത സ്ഥിതി, അല്ലെങ്കിൽ കണ്ടെത്തിയാൽ തന്നെ അവർക്ക് വേണ്ടിയുള്ള നടപടികൾ എടുക്കാൻ, അവരെ ശിക്ഷിക്കാനുള്ള മാർഗങ്ങൾ അടയുന്ന രീതിയിലേക്ക് പലപ്പോഴും പോകാറുണ്ട്. അപ്പോൾ ഇതും ഒരു വലിയൊരു വിഷയമാണ്. നമ്മളെ സംബന്ധിച്ചോളം പ്രാഥമിക ആവശ്യം നമ്മൾ ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത് ഇതിലെ കുറ്റവാളികളെ കണ്ടെത്തുക, ശിക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നതാണ് ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു ആശുപത്രി അല്ലെങ്കിൽ ആശുപത്രി ആരോഗ്യദാന സേവന കേന്ദ്രങ്ങളെയും അതിനുവേണ്ട ഡോക്ടർമാർ മറ്റനുബന്ധ സ്റ്റാഫ് അംഗങ്ങളുടെയും സംരക്ഷണത്തിനായും സ്വത്തിൻ്റെ സംരക്ഷണത്തിനായുള്ള ഒരു ദേശീയ തലത്തിലുള്ള ആശുപത്രി സംരക്ഷണ നിയമം നിലവിൽ വരേണ്ടതിൻ്റെ കാലം അതിക്രമിച്ചിരിക്കുകയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് യൂണിഫോമായിട്ട് അല്ലെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ നിലവിൽ വരുന്നൊരു നിയമപ്രകാരം സെൻട്രൽ ഗവൺമെൻറ് സ്ട്രോങ് ആയിട്ടുള്ള ശക്തമായിട്ടുള്ള നിയമം കൊണ്ടുവന്നാൽ മാത്രമേ ഇതൊക്കെ തടയാൻ പറ്റൂ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. അത് കൂടാതെ നമ്മളിപ്പോൾ മൂന്നാമത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ പല മെഡിക്കൽ കോളേജുകളും അതുപോലെ തന്നെ ആരോഗ്യ സ്ഥാപനങ്ങളും ഇൻക്ലൂഡിങ് പ്രൈവറ്റ് അല്ലെങ്കിൽ എല്ലാ സർക്കാർ ആശുപത്രികളിലെയും ജോലി ചെയ്യാനുള്ള സാഹചര്യത്തിൽ ഒരുപാട് സുരക്ഷിതത്വം ഇല്ലായ്മയുണ്ട്. കാരണം വെച്ചാൽ രാത്രികാലങ്ങളിലൊക്കെ ഡ്യൂട്ടി ചെയ്യുന്ന പ്രത്യേകിച്ച് സ്ത്രീ ഡോക്ടർമാർക്കും മറ്റ് സ്റ്റാഫ് അംഗങ്ങൾക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളും അവർക്കുണ്ടാകുന്ന അരക്ഷിതാവസ്ഥയും ഇല്ലാതാക്കണമെങ്കിൽ ദേശീയ തലത്തിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ തന്നെ ഇടപെട്ടിട്ട് മെഡിക്കൽ കോളേജുകളൊക്കെ സുരക്ഷിത പ്രദേശങ്ങളാക്കണം. അതേപോലെ തന്നെ മറ്റ് ആരോഗ്യ സ്ഥാപനങ്ങളും സുരക്ഷിത മേഖലകളാക്കി പ്രഖ്യാപിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറഞ്ഞത് എല്ലാ ആശുപത്രികളും ആരോഗ്യ സേവന കേന്ദ്രങ്ങളും സുരക്ഷിത മേഖല, പ്രത്യേക സെൽഫ് പ്രൊട്ടക്റ്റഡ് സേഫ് സോണായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം അതാണ്. ശരി ഡോക്ടർ സ്വാലി ഷംസുദ്ദീൻ നമ്മളോടൊപ്പം ചേരുന്നത് കൊൽക്കത്തയിൽ നിന്നാണ്. ഡോക്ടർ സ്വാലി, ഇതൊരു സർക്കാർ ഉടമസ്ഥതയിലുള്ള മെഡിക്കൽ കോളേജാണ് RG കർ. അവിടെ ഡ്യൂട്ടി ഡോക്ടർ അവർ ജോലി ചെയ്തിരുന്ന വാർഡിൽ അവർക്ക് വിശ്രമിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ സൗകര്യമില്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഈ 4-ാം നിലയിലുള്ള സെമിനാർ ഹാളിൽ പോയി വിശ്രമിക്കേണ്ടി വന്നത്. അവിടെ വെച്ചാണ് അവർ ആക്രമിക്കപ്പെടുന്നതും ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നതും. പക്ഷേ ഡോക്ടർ സ്വാലി, ഇത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു അക്രമി സംഘം കൂടെ വന്ന് അല്ലെങ്കിൽ അക്രമി സംഘത്തിൻ്റെ ഇപ്പം നമ്മൾ 2023 മെയ് 10 ഇവിടെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനയ്ക്ക് ഏൽക്കേണ്ടി വന്നതുപോലെ, കാരണം വന്ദനയെ ആക്രമിച്ചത് ഒരു പ്രതിയായിരുന്നു, പോലീസ് കൊണ്ടുവന്ന ഒരു മയക്കുമരുന്ന് കേസിലെ പ്രതിയായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ ഈ സംഭവങ്ങൾ. എന്നിട്ടും ഈ സംഭവത്തിൽ മതിയായ അന്വേഷണം നടത്തുന്നതിനോ തെളിവുകൾ കരുതി വെക്കുന്നതിനോ അല്ലെങ്കിൽ പ്രതികളിലേക്ക് എത്തുന്ന വിവരങ്ങൾ നൽകുന്നതിനോ ആ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൾ അടക്കമുള്ളവർ അതിന് തയ്യാറായില്ല. അവരെല്ലാം തന്നെ ഏതൊക്കെയോ അർത്ഥത്തിൽ ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും നുണ പ്രചരിപ്പിക്കാൻ നിൽക്കുകയുമായിരുന്നല്ലോ. അപ്പോൾ ഇതിന് പിന്നിലൊരു വലിയ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ആ റാക്കറ്റിൻ്റെ കണ്ണികളാക്കപ്പെട്ടവർ ഈ കൊലപാതകത്തിന് പിന്നിലുണ്ട് എന്നുമൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത്ര വലിയൊരു റാക്കറ്റിൻ്റെ ഒരു ആസൂത്രിതമായ ആക്രമണത്തിൻ്റെ ഇരയായിരുന്നു ആ യുവ ഡോക്ടർ.
ആക്ച്വലി അങ്ങനെ അങ്ങനെ 100% നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഈ കാര്യം. കാരണം ഇതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ തന്നെ ഒരുപാട് റൂമേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഇത് വ്യക്തമല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ 100%. അല്ല, അങ്ങനെ ഒരു റാക്കറ്റ് അവിടെ പ്രവർത്തിച്ചിരുന്നു, അതിനകത്ത് മയക്കുമരുന്ന് സെക്സ് റാക്കറ്റ് ആയിരുന്നു, അതിന് പിന്നിൽ ഒരുപാട് കഥകളും ഉപകഥകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു മോശം സാഹചര്യമായിരുന്നു RG കർ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നത്? ഇല്ല, ഞാൻ ഇവിടെ ഏകദേശം 1 വർഷം കഴിഞ്ഞു ഇവിടെ ഇത്ര നാളും ഞാൻ അങ്ങനെ ഇത്ര മോശപ്പെട്ട ഡ്രഗ് മാഫിയയോ അല്ലെങ്കിൽ സെക്സ് റാക്കറ്റോ അങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ സ്വാലി, ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ നശിപ്പിക്കുന്നതിനും കുറ്റക്കാരെ കണ്ടെത്തുന്നതിനുമൊക്കെ തടസ്സം നിൽക്കുന്ന തരത്തിലൊരു ഇടപെടൽ എന്തുകൊണ്ടാണ് പ്രിൻസിപ്പലിന്റെ ഭാഗത്തുനിന്നും അധികൃതരുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായത്? ഇപ്പോൾ പോലീസ് ആ ക്രൈം സീൻ പോലും കൃത്യമായി സീൽ ചെയ്തിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു, അതും ഒരു സർക്കാർ ഉടമസ്ഥതയിലുള്ള മെഡിക്കൽ കോളേജിൽ? അതെ, ആക്ച്വലി ഞങ്ങൾ തുടക്കത്തിൽ തന്നെ ഞങ്ങളിത് ന്യൂസ് അറിഞ്ഞത് മുതൽ തന്നെ ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവരും അവിടെ പോയിട്ട് ആ ഒരു സ്ഥലത്ത്, ഈ നടന്ന സ്ഥലത്ത് ഞങ്ങൾ അവിടെ പോയിട്ട് നിൽക്കുകയും അവിടെ തുടർന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും എല്ലാ കാര്യത്തിലും ഇടപെടാനും വേണ്ട വിധത്തിൽ മജിസ്ട്രേറ്റ് ഇൻക്വസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം എല്ലാം ഞങ്ങൾ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് തുടക്കത്തിൽ ഇവിടെ ഇതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആയിട്ട് അങ്ങനെ മൂടി വെക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ തീർത്തും എതിർത്തായിരുന്നു. അല്ല, ഞാൻ പറയുന്നത് സ്വാലി, ഈ സർക്കാർ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ എന്തിനാണ് ഇങ്ങനൊരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെക്കേണ്ട സാഹചര്യം എന്താണ്? അതിൽ നിങ്ങൾക്ക് സംശയമില്ലേ? തീർച്ചയായും ആ ഒരു സംശയത്തിന്റെ പേരിലാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ പോലീസിനോട് വിശ്വാസമില്ല. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് CBI അന്വേഷണത്തിലോട്ട് പോകണം എന്ന് ഞങ്ങൾ തുടക്കം മുതൽ ആവശ്യപ്പെട്ടിരുന്നു. അല്ല, പോലീസിന്റെ മാത്രം ഭാഗത്തുണ്ടായ വീഴ്ചയാണോ? മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇക്കാര്യത്തിൽ ഒരു ആത്മാർത്ഥമായ ഇടപെടൽ നടത്തിയോ? ഇല്ല, 100% ആത്മാർത്ഥമായ ഇടപെടൽ നടത്തിയില്ല. ആദ്യം തന്നെ ഇങ്ങനൊരു അക്രമം അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ഹയർ അതോറിറ്റി എന്നൊരു നിലയ്ക്ക് പ്രിൻസിപ്പൾ വന്നിട്ട് ഈ കാര്യം ഏറ്റെടുത്ത് ഈ കാര്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അദ്ദേഹമായിരുന്നു. അദ്ദേഹം ആ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം മുതലേ തുടക്കം മുതലേ പ്രിൻസിപ്പലിന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഈ ഒരു കാര്യം കൊണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ സ്വാലി, ഈ വനിതാ യുവ ഡോക്ടർ ആക്രമിക്കപ്പെടുന്നതിന് പിന്നിലും അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് ഇങ്ങനെയൊക്കെ ഒരു നീക്കങ്ങൾ നടത്തുന്നതിന് പിന്നിലൊക്കെ ഒരു ആസൂത്രിതമായ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു, അത് നേരത്തെ തന്നെ ലക്ഷ്യം വെച്ചു നടത്തിയ നീക്കമായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് സംശയമുണ്ടോ? അല്ലാതെ ഇതൊരു ദിസ് ഡസന്റ് ഹാപ്പൻ ബൈ ആക്സിഡന്റ് എന്നല്ലേ? ഞങ്ങൾക്ക് സംശയിക്കാതെ അല്ല, ഇതൊരു ആക്സിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഉണ്ടായതാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ഇതൊരു പ്ലാൻഡ് എക്സിക്യൂട്ടഡ് ആയിട്ടുള്ളൊരു മേർഡറാണ് എന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നത്. ഡോക്ടർ സ്വാലി പറഞ്ഞോളൂ, വേറെ എന്തൊക്കെ? വേറെ പിന്നെ അതിനുശേഷം ഞങ്ങളുടെ വളരെ നോർമലായിട്ട് വളരെ സൈലന്റ് ആയിട്ട് ചെയ്യുന്ന സ്ട്രൈക്കുകൾക്ക് എതിരെ ഒരു പ്രക്ഷോഭം ഉണ്ടാകുകയും ഒരു 7000-ഓളം വരുന്ന ജനങ്ങൾ വന്നിട്ട് ഈ സ്ട്രൈക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നല്ലോ 14-ാം തീയതി. ഭീഷണിപ്പെടുത്തി അല്ലെ? സമരക്കാരെ ഭീഷണിപ്പെടുത്തി. സമരക്കാരെ ഭീഷണിപ്പെടുത്തി അവിടുത്തെ കാര്യങ്ങളെല്ലാം തല്ലി തകർത്തു. സമര പന്തലെല്ലാം തല്ലി തകർത്തു. എമർജൻസി ബിൽഡിംഗ് തല്ലി തകർത്തു. അതേപോലെ തന്നെ ENT 3rd ഫ്ലോറിലെ ENT ബിൽഡിങ്ങും അവിടുത്തെ സെമിനാർ റൂം എല്ലാം തല്ലി തകർത്തായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങളൊക്കെ അവിടെയുള്ള PG സ്റ്റുഡൻസ് എല്ലാവരും ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ആ ഒരു സമയത്ത് എൻ്റെ വളരെ അടുത്ത ഫ്രണ്ട്സും സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും കല്ലുകൊണ്ട് ഏറെല്ലാം കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഗൈനി ബിൽഡിങ്ങിൽ അക്രമകാരികൾ അവിടെയും വന്നിട്ടുണ്ടായിരുന്നു, ഗ്രില്ലെല്ലാം തല്ലി തകർക്കാൻ വേണ്ടിയിട്ട്.
ഡോക്ടർ സ്വാലിഹ് ഞാൻ ഭാഗ്യത്തിന് ചോദിക്കുന്നത് ഒരുപാട് ഡോക്ടർ വലിയ സ്വാലിഹ് ഇഞ്ചുറീസ് ഒന്നും ഇല്ലാതെ ഡോക്ടർ സ്വാലിഹ് ഞാൻ ചോദിക്കുന്നത് രക്ഷപ്പെടുകയുണ്ടായി. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു 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 മയക്കുമരുന്നിന് അടിമയായ ഒരാൾ വന്ന് നടത്തിയ ആക്രമണമോ അതല്ലെങ്കിൽ ചികിത്സ തേടിയെത്തിയ ഒരാൾ ഏതെങ്കിലും ഒരു ചികിത്സാ പിഴവിന്റെ പേരിൽ നടത്തിയ ആക്രമണമോ ഒന്നുമല്ല. സ്വാലിഹ് തന്നെ പറഞ്ഞതുപോലെ ഇതൊരു പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു പ്ലാൻഡ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു മർഡർ ആയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഒരു മെഡിക്കൽ കോളേജിൽ രാത്രി ഡ്യൂട്ടിയിൽ അവർക്ക് അവിടെ ഈ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതിനൊക്കെ അപ്പുറത്തുള്ള ഒരു ക്രിമിനൽ കോൺസ്പിറസി, ഒരു ക്രിമിനൽ ഗൂഢാലോചന ഈ സംഭവത്തിന് പിന്നിലുണ്ടെന്നും അതിന് കാരണമായ ചില കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുമല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഇത് ആശുപത്രിയിലെ സൗകര്യക്കുറവിനെ കുറിച്ചോ അല്ലെങ്കിൽ ആശുപത്രികളിൽ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതിനെ കുറിച്ചുമൊക്കെ ഉള്ള ഒരു ചർച്ചയാണോ ഇവിടെ വേണ്ടത്? അതല്ല ഇതിനകത്ത് ഒരു ക്രിമിനൽ കോൺസ്പിറസി ഉണ്ടായിട്ടുണ്ട്, അതിലൊരു മതിയായ അന്വേഷണവും കുറ്റവാളികളെ കണ്ടെത്തുകയുമാണോ? അതായത് ഈ ഇങ്ങനൊരു ഇൻസിഡന്റ് വരാൻ കാരണം തന്നെ പൂർണ്ണമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു കവചം അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. ഡ്യൂട്ടി റൂമിൽ വെച്ചിട്ട് ഒരു കുട്ടി ഇങ്ങനെ മേർഡർ ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വളരെ മോശമല്ലേ? നമ്മളുടെ ഏറ്റവും പ്രിലിമിനറി ആവശ്യമായിട്ടുള്ളത് നമ്മളുടെ വർക്ക് സ്ഥലത്ത് വളരെ സേഫ് ആയിരിക്കുക എന്നുള്ളതല്ലേ? അതിന് ഒരു സേഫ്റ്റി ഇല്ല എന്ന് പറയുകയാണെങ്കിൽ എന്ത് വേണമെങ്കിലും സംഭവിച്ചൂടെ? അല്ല ഡോക്ടർ സ്വാലിഹ്, ഞാൻ പറഞ്ഞത് ഡെഫിനറ്റ്ലി നിങ്ങൾ ആരോഗ്യ പ്രവർത്തകർ ജോലി ചെയ്യുന്ന ഇടങ്ങൾ സുരക്ഷിതമായിരിക്കണം, നിങ്ങൾക്ക് സുരക്ഷ വേണം, ആ കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷേ വെൻ വി സ്പീക്ക് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ്, ഇതിനകത്ത് സംഭവിച്ചത് ഇതൊരു ഒരു ക്രിമിനൽ അറ്റാക്ക് ആണല്ലോ ഈ സംഭവിച്ചിരിക്കുന്നത്. ഇതൊരു ആക്രമണ സ്വഭാവത്തിലാണല്ലോ, ഇത് വളരെ കരുതിക്കൂട്ടി നടത്തിയ ഒരു ആക്രമണമാണല്ലോ. അപ്പോൾ അതിന് പിന്നിൽ ചില കാരണങ്ങൾ അവിടെ നിലനിന്നിരുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് യഥാർത്ഥത്തിൽ ഈ ആരോഗ്യ പ്രവർത്തകർക്ക് പൊതുവായി ഒരുക്കേണ്ട സുരക്ഷയുമായി ബന്ധപ്പെടുത്തി കാണേണ്ട ഒന്നല്ലല്ലോ ഇത്. അല്ല, തീർച്ചയായും ഇതിപ്പം ഇപ്പം മരിച്ച ആ കുട്ടിക്ക് അല്ലാതെ വേറെ ആർക്കും വേണമെങ്കിലും വരാമല്ലോ ഈ ഒരു സാഹചര്യം. ഇത് ആ കുട്ടി പ്രത്യേകിച്ച് ഇവരെ എതിർക്കുക അങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നു. ഇപ്പൊ കുറെ കഥകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഇതിന്റെ ബാക്കിൽ കുറെ സ്റ്റോറീസ് വരുന്നുണ്ട്, അതിനെക്കുറിച്ച് വ്യക്തമല്ല കാര്യങ്ങളൊന്നും. എന്തായാലും അത് CBI അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്നുള്ള നിലപാടിലാണ് എല്ലാവരും ഉള്ളത്. ശരി ഡോക്ടർ സ്വാലിഹ്, ഞാൻ വരാം. എന്നോടൊപ്പം ഡോക്ടർ നാദിയ ഉണ്ട്, അതോടൊപ്പം തന്നെ അറ്റ്മോസ്ഫിയറിൽ ഞാൻ വരാം. ഡോക്ടർ നാദിയ ഉണ്ട് എന്നോടൊപ്പം, അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകനായ ശ്രീ ഡിജോ കാപ്പനുണ്ട്. വാർത്തകളിലേക്ക് വീണ്ടും. അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ നാദിയ നമ്മളോടൊപ്പം ഉണ്ട്, ഒപ്പം തന്നെ പൊതുപ്രവർത്തകൻ ശ്രീ ഡിജോ കാപ്പനും. ഡോക്ടർ നാദിയ, 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ, അതായത് കഴിഞ്ഞ കൊല്ലം, ഹൗസ് സർജൻ ഡോക്ടർ വന്ദനാദാസ് ഇതുപോലെ ആക്രമിക്കപ്പെട്ടതും കൊല ചെയ്യപ്പെട്ടതും. പക്ഷെ അന്നും ഈ പറഞ്ഞതുപോലെ പോലീസിൻ്റെ കൺമുന്നിൽ വെച്ചാണ് ഡോക്ടർ വന്ദന ആക്രമിക്കപ്പെട്ടത്. ഇന്നിപ്പോൾ വേറൊരു തരത്തിൽ കൊൽക്കത്തയിലെ ഈ ആശുപത്രിയിലെ യുവ ഡോക്ടർ ആക്രമിക്കപ്പെടുന്നത് മറ്റൊരു സാഹചര്യത്തിലാണ്. പക്ഷേ ഏതായാലും ഇത് രണ്ടും ആശുപത്രികളിൽ ആരോഗ്യ പ്രവർത്തകർ സുരക്ഷിതരല്ല എന്ന് നമുക്ക് മുന്നിൽ കാട്ടിത്തരുന്ന രണ്ട് സംഭവങ്ങളാണ്. ഡോക്ടർ നാദിയ, കേരളത്തിൽ എനിക്ക് തോന്നുന്നു കേരളം അടക്കം 25 സംസ്ഥാനങ്ങളിൽ ഈ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന നിയമനിർമ്മാണം നടന്നിട്ടുണ്ട്. ഇതോടുകൂടി ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതാകും എന്ന് ഡോക്ടർ നാദിയ കരുതുന്നുണ്ടോ? കൊൽക്കത്തയിൽ നടന്ന സംഭവവും കൊട്ടാരക്കരയിൽ നടന്ന സംഭവവും ഒരേ സ്വഭാവത്തിലുള്ളതാണെന്നാണോ താങ്കൾ കരുതുന്നത്? ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ കൃത്യം 1 വർഷം 4 മാസം മുന്നേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇന്റേണായ ഡോക്ടർ വന്ദനാദാസിനെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ അന്ന് നമ്മളെല്ലാവരും പ്രൊട്ടക്ഷന് വേണ്ടി കിടന്ന് നിലവിളിച്ചു. ഞാൻ ഉൾപ്പെടെയുള്ളവർ, ഞാൻ ഏറ്റവും കൂടുതൽ അന്ന് കയർത്ത് സംസാരിച്ച ഒരാളിൽ പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അന്ന് ഞങ്ങൾ അത്രയും പറഞ്ഞത് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണം, ഞങ്ങൾക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയ വേണം, ഞങ്ങൾക്ക് അവിടെ ഒരു സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് തന്നെ വേണം എന്ന് പറഞ്ഞ് കുറേ ഞങ്ങൾ പറഞ്ഞു. പക്ഷെ അതിന് ശേഷം ഇതിനകത്ത് വളരെ കൗതുകകരമായ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ആ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന ടൈം അല്ലാണ്ട് അതിനുശേഷം ഒരു ഫോളോ അപ്പ്, അത് പ്രോപ്പർ ഫോളോ അപ്പ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാകട്ടെ അല്ലെങ്കിൽ മീഡിയാസ്, ഏറ്റവും കൂടുതൽ ഈ കാര്യങ്ങൾ വരുമ്പോൾ സപ്പോർട്ട് ചെയ്ത് പബ്ലിക്കിൻ്റെ ഇടയിൽ എത്തുന്നത് നിങ്ങൾ മീഡിയാസ് തന്നെയാണ്. അപ്പോൾ ഈ മീഡിയാസ് പോലും ഒരു ഫോളോ അപ്പ് അതിൽ നടത്തുന്നില്ല. അപ്പം അന്ന് നടന്നതെന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ എല്ലാം എഴുതിയിട്ടേക്കുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ അന്ന് വന്ദന ചേച്ചിയെ കുത്തിക്കൊന്നത്. അപ്പോൾ ആ ഒരു സംഭവം നടക്കുമ്പോൾ ആ കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുള്ള നോട്ടീസ് ഉണ്ട്,
ഡോക്ടേഴ്സിനെയോ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലുള്ള പൊതുപ്രവർത്തകരെയോ ഏതെങ്കിലും വിധേന നമ്മൾ ഉപദ്രവിച്ചാൽ ഇത്ര വർഷത്തെ കഠിന തടവും ഇത്ര പിഴകളും ഉണ്ടാകുമെന്ന്. പക്ഷേ അതിനുശേഷം ഞങ്ങൾ അത്രയും പ്രൊട്ടസ്റ്റ് ചെയ്തു, കുറച്ച് ദിവസത്തെ സ്ട്രൈക്ക് നടന്നു, കുറച്ച് ദിവസം ഈ ന്യൂസ് റണ്ണായി. അതിനുശേഷം എന്താ നടന്നത്? നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, ആരൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു നമ്പർ ഓഫ് ലോസ് ഉള്ള നാട്ടിൽ വീണ്ടും ഒരു ലോ കൊണ്ടുവരിക. വീണ്ടും ഒരു ലോ കൊണ്ടുവന്നിട്ട് 5 year ഇംപ്രിസൺമെന്റ് എന്നുള്ളത് ഒരു 7 year ഇംപ്രിസൺമെന്റ് ആക്കി. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ അടുത്തിടയ്ക്ക് സന്ദീപിന്റെ ഒരു ഫോട്ടോ കണ്ടപ്പോഴും സത്യം പറഞ്ഞാൽ വിഷമം തോന്നി. കാരണം ഇങ്ങനെയുള്ള പ്രതികൾ എത്ര കുറ്റം ചെയ്താലും അവർക്കൊരു ധൈര്യം നൽകുന്ന നിയമ നടപടികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. എത്രത്തോളം ഒരു കഠിനമായ നിയമ നടപടി ഉണ്ടെന്ന് ഇപ്പോഴും എനിക്ക് സംശയമുണ്ട്. ഈ ഒരു ഇൻസിഡന്റ് നടന്നതിന് ശേഷം ഇനിയും ഇതിപ്പോൾ കുറച്ച് നാൾ അല്ലെങ്കിൽ എത്ര നാൾ നമ്മളിപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നായാലും പബ്ലിക്കിന്റെ ഭാഗത്തു നിന്നായാലും അവർ ഒരുപോലെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഡോക്ടേഴ്സ് അല്ലേ, അവരെത്ര നാൾ ഈ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത്. പക്ഷെ ഈ ഒരു സമയം പോലും നമ്മൾ പബ്ലിക്കിനെ കൺസേൺ ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പബ്ലിക്കിനെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാ ഹോസ്പിറ്റലിലെ കാര്യം നിങ്ങൾ പറഞ്ഞു, എല്ലാ OPസും ഷട്ട് ഡൗൺ ആണെന്ന്. ശരിക്കും എനിക്ക് തോന്നിയൊരു കാര്യം, ഒരു സൺഡേ പോലെയുള്ളൂ ഈ ഒരു ദിവസം. അതായത് OPs ഇല്ല എന്നൊഴികെ എമർജൻസി വിഭാഗത്തിൽ നമ്മൾ സാധാ ഒരു 1 day ഫീവർ മുതൽ എമർജൻസി കാര്യങ്ങൾ വരെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളുടെ ക്യാമറാമാൻ ഉൾപ്പെടെ ഉള്ള ഒരു ഹോസ്പിറ്റൽ പ്രമിസസിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം ഞാൻ അവർ വന്ന സമയം തന്നെ ചോദിച്ചു, ചേട്ടാ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഞങ്ങൾ സ്ട്രൈക്കിലാണെന്ന് തോന്നുന്നുണ്ടോന്ന്. അവർ ശരിക്കും എന്നോട് പറഞ്ഞതില്ല, ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ആ ടൈമിലും ഞങ്ങൾ പേഷ്യൻസിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രത്തോളം കൺസിഡറേഷൻ ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞത് വേറൊരു കോണ്ടെക്സ്റ്റിലാണ്. കാരണം ചില ആശുപത്രികളിൽ രോഗികൾ വന്ന് അവരോട് പറയാമല്ലോ ദാറ്റ് ദ ഡോക്ടേഴ്സ് ആർ ഓൺ സ്ട്രൈക്ക് എന്ന് പറയാം. പകരം അവർക്ക് OP ടിക്കറ്റ് കൊടുത്തു, അവർ കുറേ നേരം കാത്തു നിന്നു, അവർക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നവർ പറഞ്ഞു. പിന്നെ ചില ആശുപത്രികളിൽ അവർക്ക് കൃത്യമായി ഇന്ന ദിവസങ്ങളിൽ മാത്രം കാണേണ്ട ഡോക്ടർമാരുണ്ട്, അവരുടെ സേവനം അവർക്ക് ആ ദിവസം കിട്ടിയില്ല, അങ്ങനെ അവർക്ക് 1 or 2 ആഴ്ചകൾ ഇനി അതിൻ്റെ പേരിൽ ഒരുപക്ഷെ അവർക്ക് കാത്തിരിക്കേണ്ടി വരും എന്ന് ആളുകൾ പറഞ്ഞ കാര്യങ്ങളാണ്. ആൻഡ് ദാറ്റ് ഡസൻ മീൻ നിങ്ങൾ നടത്തുന്ന ഒരു സമരത്തിന്, ആ സമരത്തിൻ്റെ ന്യായത്തെ, അതെന്തിനാണോ നിലകൊള്ളുന്നത് അതിനെ ഞാൻ തള്ളിപ്പറഞ്ഞു എന്നല്ല. ഞാൻ അങ്ങനെ ഐ വാസ് സൈറ്റിംഗ് ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇന്നത്തെ അനുഭവങ്ങൾ അല്ല. ഞാൻ പൊതുവെ ഒരു പബ്ലിക്കിന്റെ ഒരു പബ്ലിക് വ്യൂ നമ്മൾ എടുക്കുമ്പം ഇതിപ്പോൾ ശരിക്കും ആരോഗ്യ പ്രവർത്തകരല്ല ഇത് തെരുവിലിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടത്. കാരണം ഞങ്ങൾ ജോലി എടുക്കുന്നത് ഇപ്പം ഞങ്ങളൊരു 6 hour ഷിഫ്റ്റ് എടുത്തോട്ടെ, ഒരു 12 hour ഷിഫ്റ്റ് എടുത്തോട്ടെ, ഒരു 24 hour ഷിഫ്റ്റ് എടുത്തോട്ടെ, നമ്മുടെ ഉറക്കം കളഞ്ഞ് നമ്മളിത്രയും സേഫായിട്ടില്ലാത്തൊരു എൻവയറൺമെൻറ്റ്. ഇപ്പം കൊൽക്കത്തയിലെ കേസ് പറഞ്ഞു, നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോയെന്നാണ്. പക്ഷെ അവിടെയും ശ്രദ്ധേയമായ കാര്യം, പുള്ളിക്കാരത്തെ കൊന്നത് പുള്ളിക്കാരത്ത് നിൽക്കുന്ന വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ പുള്ളിക്കാരത്ത് നിൽക്കുന്ന ഹോസ്റ്റലിൽ പോയിട്ടോ അല്ലെങ്കിൽ പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വീട്ടിൽ പോയിട്ടോ അല്ല, ഒരു ഹോസ്പിറ്റൽ വെച്ചിട്ടാണ്. അവിടെയും ആ ആളുടെ ഗതികേടെന്ന് വെച്ചാൽ ഉറങ്ങാൻ, ഒരു പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കാൻ ഒരു റൂമില്ലാത്ത പേരിൽ സെമിനാർ ഹാളിലാണ് കിടന്നത്. ഒരു പ്ലാൻഡ് എക്സിക്യൂട്ടീവായിട്ട് ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ശരിക്കും ഞാൻ അന്ന് പറഞ്ഞതുപോലെ സിസ്റ്റം ഫെയിലർ ആണ്. ടിപ്പിക്കൽ സിസ്റ്റം ഫെയിലർ വീണ്ടും ജീവൻ എടുക്കുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരാളുടെ ജീവൻ പോയി കഴിയുമ്പോൾ ഈ പ്രതികൾക്ക് അത് ശരിക്കും ഒരു ബലമാണ് കൊടുക്കുന്നത്. നമുക്കൊരു നമ്പർ ഓഫ് ലോസ് ഉള്ള നാട്ടിൽ നമുക്ക് അടുത്തടുത്ത ലോസ് വരണം ഞങ്ങൾ ഞാൻ ഒരിക്കലും ഇനി അടുത്തൊരു ഡോക്ടർ നാദിയ, അവിടെ എനിക്കൊരു ചെറിയ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഐ തിങ്ക് യു മിസ്റ്റേക്ക് മൈ ക്വസ്റ്റ്യൻ. അതായത് അല്ലല്ല ഡോക്ടർ നാദിയ, ഞാൻ പറഞ്ഞത് താങ്കൾ ഡോക്ടർ വന്ദനയ്ക്ക് നേരിടേണ്ടി വന്ന അനുഭവത്തെയും ഇവിടെ കൊൽക്കത്തയിലുണ്ടായ വനിതാ ഡോക്ടർക്ക് നേരെ ഉണ്ടായ അതിക്രമത്തെയും ഒരേ രീതിയിൽ കാണുന്നുണ്ടോ എന്നാണ്. അത് ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത്, ഈ സംഭവത്തിൽ ഇപ്പോൾ വനിതാ കമ്മീഷന്റെ ഈ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നു ഇതിന് പിന്നിൽ ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നുവെന്നും അത് നേരത്തെ തന്നെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാമെന്നും അതിൻ്റെ പേരിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മർഡറാണ് ഇത് നടത്തിയിട്ടുള്ളതെന്നും അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാമെന്നുമാണ്. അല്ലാതെ സ്പർ ഓഫ് ദ മൊമെന്റിൽ ഉണ്ടായ ഒരു സംഭവമല്ല എന്ന അർത്ഥത്തിലാണ് ഞാൻ ചോദിച്ചത്. ആൻഡ് ഐ ഡിഡന്റ് മീൻ ദാറ്റ് ഇത് ആശുപത്രി പ്രിമൈസസിൽ നടന്നു എന്നതുകൊണ്ട് അവിടെ ഇതൊരു സാധാരണ സംഭവമായി കാണണമെന്നല്ല. ഈ ഡോക്ടറുടെ ജീവൻ ആ അർത്ഥത്തിൽ ആശുപത്രിക്കകത്തായിരുന്നെങ്കിലും പുറത്തായിരുന്നുവെങ്കിലും അപകടത്തിലാകുമായിരുന്ന ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. ദാറ്റ് വാസ് വാട്ട് ഐ റിയലി മെന്റ് ടു ഹിന്റ്. പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഡോക്ടർ വന്ദനയ്ക്ക് നടന്നതും നമ്മൾക്ക് കൊൽക്കത്ത നടന്ന കേസും സിമിലർ ആണോ എന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ചിട്ട് തീർച്ചയായിട്ടും രണ്ടും ലിങ്ക് ചെയ്തേ പറ്റൂ. കാരണം സന്ദീപ് എന്ന പ്രതിയെ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ശരി പുള്ളി ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു, പുള്ളി ആ സമയത്ത് ഒരു ബോധമില്ലായ്മയെ ചെയ്തതാ.
പക്ഷെ ഇവിടെ പറയുന്നു അവിടെ ഒരു റാക്കറ്റിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പിന്നിൽ ഒരു നിഗൂഢമായ ലക്ഷ്യമുണ്ട്. ലൈക്ക് എനിക്കറിയില്ല, വാട്ട് എവർ തിങ് ദേ ആർ എയിമിങ്, സ്റ്റിൽ നമ്മളാണ് ഹോണ്ട് ചെയ്യപ്പെടുന്നത്. ഒരു ഇത്രയും ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ, പുള്ളിക്കാരത്തി കഷ്ടപ്പെട്ട് MBBS പഠിച്ച് അതിനുശേഷം PGക്ക് ജോയിൻ ചെയ്ത് അവളുടെ ജീവിതം ത്യജിച്ചത് തന്നെ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വേറെ പബ്ലിക് സർവീസിന് വേണ്ടിയിട്ടാണ്. ആ ഒരു സിറ്റുവേഷനിൽ വേറെവർ ഇറ്റ് ഹാപ്പൻസ്, വർക്ക് പ്ലേസിലായിക്കോട്ടെ, റോഡിലായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇറ്റ് ഹാപ്പൻഡ് അറ്റ് എ ഹോസ്പിറ്റലിലാണ് അത് നടന്നത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ, നമ്മുടെ ഒരു സെക്യൂരിറ്റി, അല്ലെങ്കിൽ വർക്ക് പ്ലേസിലുള്ള നമ്മുടെ ഒരു എൻവയറൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വർക്ക് പ്ലേസ് ആണോ, നമുക്ക് അവിടെ അഡിക്വേറ്റ് റെസ്റ്റ് കിട്ടുന്നുണ്ടോ, നമുക്കുള്ള പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ നിലവിൽ നിൽക്കുന്ന നിയമം, ഈ നിലവിൽ നിൽക്കുന്ന നിയമം എത്രത്തോളം ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നു. ഇനി പുതിയൊരു നിയമം വരണമെന്ന് ഒരിക്കലും അവകാശപ്പെടുന്ന ഒരാളല്ല ഞാൻ, ഒരിക്കലും ആവശ്യപ്പെടുകയുമില്ല. കാരണം ഇതിൻ്റെ പുറകെ ഞങ്ങൾ വന്ദന ചേച്ചിയുടെ ഇഷ്യൂവിൽ ഞങ്ങൾ കുറേ സംസാരിച്ചിട്ടുള്ളവരാണ്, പക്ഷെ അതിനുശേഷം യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരുമാണ് ഞങ്ങൾ. അപ്പോൾ ഇപ്പമുള്ള നിയമമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരാൾ പേടിക്കുന്ന രീതിയിൽ, ഇപ്പം ഞാൻ ജയിലിൽ നമ്മളിപ്പോൾ മെനു നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും, പുറത്ത് ഇയാൾ നടക്കുന്നതിനേക്കാളും സുഭിക്ഷമായിട്ട് പുള്ളിക്ക് ജയിലിനകത്ത് വസിക്കാം. അങ്ങനെ ഉള്ളപ്പം ഒരു ഓപ്ഷനായിട്ട് അവർക്ക് തന്നെ സെലക്ട് ചെയ്യാം. ലൈക്ക് ഒരു ആരോഗ്യ പ്രവർത്തകരെ കൊന്നാലും അവർക്ക് കുറച്ച് സ്റ്റാർ ആയിട്ട് കുറച്ച് നാൾ ന്യൂസിൽ റൺ ചെയ്ത് പോകാന്നുള്ളതിനപ്പുറം ഒരാൾക്കൊരു പേടി തോന്നുന്ന നിയമം, അല്ലെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പായിട്ട് ഒരു നൈറ്റ് ഡ്യൂട്ടി എടുക്കാൻ പറ്റുന്ന ഡേ അതിനുശേഷം ഉണ്ടായിട്ടില്ല. 2023 May 10, ദാറ്റ് വാസ് എ ഷോക്കിംഗ് ഡേ. ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഫസ്റ്റ് ടൈം കേട്ട് ഞങ്ങൾ ശരിക്കും ഒരു നെക്സ്റ്റ് ഡേ ഡ്യൂട്ടിക്ക് മുമ്പ് ഞങ്ങളുടെ ഉള്ളിൽ പേടിയാണ്. ഇപ്പോൾ ഈ ഒരു വിഷയം കൂടെ, അപ്പം ബ്രൂട്ടലി റേപ്ഡ് ആൻഡ് കിൽ ഷീ വാസ്. അപ്പം ആ ഒരു ഇൻസിഡൻറ്റ് വാട്ടർ, എന്തൊരു റിവെഞ്ചിൻ്റെ പേരിലായിക്കോട്ടെ, എന്തൊരു വ്യക്തിഹത്യയുടെ പേരിലായിക്കോട്ടെ, എന്തൊരു പേഴ്സണൽ മാറ്ററിൻ്റെ പേരിലായിക്കോട്ടെ, ഇതെല്ലാം നടന്ന ഒരു ഹോസ്പിറ്റലിലാണ്. ആ ഒരു ഹോസ്പിറ്റൽ രണ്ടാമത്തെ ഡേ ഇത്രയും ഗൂൺസിന് വന്നിട്ട് അത് അടിച്ചു പൊളിക്കാൻ പറ്റുകയും കൺമുന്നിൽ വെച്ച് തന്നെ എന്തൊക്കെ എവിഡൻസ് ഫോറൻസിക് പരമായിട്ട് കളക്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇത്ര കൃത്യമായിട്ട് നശിപ്പിക്കാൻ അവർക്കൊരു ശക്തി നൽകിയിട്ടുണ്ടെങ്കിൽ, അവർക്കൊരു ധൈര്യം നൽകിയിട്ടുണ്ടെങ്കിൽ, ആ ധൈര്യത്തിന് പിന്നിലുള്ള ആ ധൈര്യത്തിന് പിന്നിലുള്ള നിയമം, ആ നിയമം ഇവിടെ ഇല്ലാണ്ടാക്കി ഇവിടെ ഇരയ്ക്കൊപ്പം എന്ന് ഞങ്ങൾ ഓരോ പ്ലക്കാർഡിൽ എഴുതി പിടിക്കുമ്പോഴും, ഇവിടെ ഇരയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് ഞങ്ങൾ സാധാരണ ജനങ്ങളെ അവർ പറയുമ്പോഴും ബുദ്ധിമുട്ടിക്കുമെന്ന് പറയുമ്പോഴും ഞാൻ ശരിക്കും എൻ്റെ ഹൃദയത്തിൽ തൊട്ട് പറയാം. ഇന്നലെ ഓരോ പേഷ്യൻസ് ഇവിടെ, ഞാൻ എമർജൻസിയിൽ വർക്ക് ചെയ്യുന്നൊരു ഡോക്ടറാണ്, ഇവിടെ എമർജൻസിയിൽ ഓരോ പേഷ്യൻസ് വരുമ്പോഴും നാളെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, അപ്പോൾ OPയിലേക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര മരുന്ന് എഴുതിയിട്ടുണ്ട്, ഇൻ കേസ് ഇനി എമർജൻസി ഉണ്ടെങ്കിൽ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു വിടുന്നവരാണ്. അപ്പോൾ അത് കൺസിഡറേഷന് പുറത്ത് ഞങ്ങളത് ചെയ്യുമ്പോൾ ശരിക്കും പബ്ലിക്കാണ് ഞങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടത്. കാരണം വൺ ഡേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്താൽ മതി, ഇന്ന് OP മാത്രമേ ഷട്ട് ഡൗൺ ചെയ്തിട്ടുള്ളൂ, എനിക്കൊരു സൺഡേ എഫക്റ്റ് ഈ ഹോസ്പിറ്റലിൽ തോന്നുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസം മാറ്റി ഒരു എമർജൻസി ഫുൾ ഉൾപ്പെടെ എമർജൻസി ICU വാർഡ് OP എല്ലാം ബോയ്ക്കോട്ട് ചെയ്യാവുന്ന സിറ്റുവേഷനിൽ ഞങ്ങളെ കൊണ്ട് എത്തിക്കുന്ന ദിവസം ഇവിടുത്തെ ഡെത്ത് റേറ്റ് പണ്ട് എന്തായിരുന്നു, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ എസ്റ്റാബ്ലിഷ് ചെയ്യാത്ത കാലഘട്ടത്തിൽ ഡെത്ത് റേറ്റ് എങ്ങനെയായിരുന്നോ അങ്ങനെ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ് ഞങ്ങൾ. പക്ഷെ ആ ഒരു കൺസിഡറേഷൻ ഞങ്ങളോട് കാണിക്കാറില്ല. ഈ ദുരവസ്ഥ ഞാൻ പറയുമ്പോൾ പോലും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ ചോദിച്ചൊരു കാര്യം, ലൈക്ക് നിങ്ങൾക്ക് ഈ അവസ്ഥയെപ്പറ്റി എന്താ പറയാനുള്ളതെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു വളരെ ദയനീയമായ അവസ്ഥയാണ് നിങ്ങളുടെ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നിട്ട് നീ ഒരു സ്റ്റാറ്റസ് പോലും ഇട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ എന്നോട് പുള്ളിക്കാരൻ എടുത്തു വായി പറഞ്ഞത്, അത് നിങ്ങളുടെ ഇഷ്യൂ അല്ലേ? അല്ല, ഇത് ഞങ്ങളുടെ ഇഷ്യൂ അല്ല, ഇത് നിങ്ങളുടെ ഇഷ്യൂ ആണ്, ഞങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ടവർ. അപ്പോൾ ആ വന്ദന ചേച്ചിക്ക് ഇന്ന് എന്തെങ്കിലും ജസ്റ്റിസ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉള്ളിൽ കൈ വെച്ച് എനിക്ക് പറയാൻ പറ്റും, ജസ്റ്റിസ് ഇസ് നെവർ, അവിടെ ഒന്നും സെർവ് ചെയ്തിട്ടില്ല, ജസ്റ്റിസ് അവിടെ ഉണ്ടായിട്ടില്ല. അന്ന് ഞങ്ങൾ പറഞ്ഞു ഫാസ്റ്റ് ട്രാക്ക് കോടതി വഴി മൂവ് ചെയ്യണം. എന്ത് ഡിലേ ആണ് ഈ കാര്യങ്ങൾ വരുന്നത്? ഇവിടെ ഡോക്ടർ നാദിയ, ഇവിടെ ഒരു എനിക്ക് മനസ്സിലായി ഡോക്ടർ നാദിയ, എന്ത് നിയമ സംരക്ഷണം? ഐ അണ്ടർസ്റ്റുഡ്. ഒരു മിനിറ്റ്, ഞാൻ വരാം. ശ്രീ ഡിജോ കാപ്പൻ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ തന്നെ പറയുന്നു ഏതാണ്ട് 75% വരുന്ന അവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചികിത്സാ പിഴവിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് എത്തുന്നവരാലോ ഒക്കെ പലതരത്തിലുള്ള പീഡനത്തിന്, പലതരത്തിലുള്ള ഇൻസൾട്ടുകൾക്ക് അവർ ഇരയാക്കപ്പെടുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ അവർ പ്രവർത്തിക്കുന്ന ഈ ആശുപത്രികളെ പ്രത്യേക സുരക്ഷാ മേഖലയാക്കുകയും, അതായത് ഒരു സംരക്ഷിത മേഖലയാക്കി മാറ്റുകയും അവരുടെ സുരക്ഷ ഉറപ്പുവരുന്ന തരത്തിൽ കാര്യങ്ങൾ മാറുകയും ചെയ്യണം. അതിന് കേരളമടക്കം 25 സംസ്ഥാനങ്ങളിൽ ഒരു നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട്. പക്ഷേ അത്തരം നിയമങ്ങൾ പോലും യഥാർത്ഥത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അവർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ പാകത്തിലുള്ളതല്ല എന്ന വിമർശനമാണുള്ളത്. അത് കൊൽക്കത്തയിൽ നടന്ന ഈ കൊലപാതകമാകട്ടെ, അതല്ലെങ്കിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനയ്ക്ക് നേരെ ഉണ്ടായ അതിക്രമവും കൊലപാതകവുമാകട്ടെ, അങ്ങനെ എത്രയോ കേസുകൾ
അവർ പേടിച്ച ആശുപത്രികളിൽ വരികയും കഴിയേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യങ്ങൾ മുഴുവൻ പരിഗണിക്കുമ്പോൾ ഒരു ഒരു സെൻട്രൽ ഒരു ലോ വേണം എന്ന്, അതായത് ഒരു കേന്ദ്ര നിയമം ഈ കാര്യത്തിൽ വേണം എന്ന അവരുടെ ആവശ്യം തീർത്തും ന്യായമല്ലേ? കൃഷ്ണ, അത് പറയുന്നതിന് മുമ്പ് 1947 ഓഗസ്റ്റ് 14 രാത്രിയിൽ അന്നത്തെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ കൽക്കട്ട നഗരത്തിൽ ആളുകൾ തെരുവിൽ പ്രകടനമായിരുന്നു. എന്താണ്? നമ്മൾ ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടുന്നതിൻ്റെ സന്തോഷം. എന്നാൽ 77 വർഷം കഴിഞ്ഞ് അതേ കൽക്കട്ട നഗരത്തിൽ ഓഗസ്റ്റ് 14 രാത്രിയിൽ ആളുകൾ തെരുവിലായിരുന്നു. എന്താണ്? ഒരു ഡോക്ടറെ നമ്മുടെ നാടിന്, അതുപോലെ രാജ്യത്തിന് തന്നെ ആകെ നാണക്കേടായ രീതിയിൽ നിഷ്ഠൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കി. മാത്രമല്ല, ശാരീരികമായ അതിക്രമം അതിക്രൂരമായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ കൂടി വരുന്നത്. കണ്ണ്, മൂക്ക്, കൈകാലുകൾ, വയറ്, കഴുത്ത്, ഇതിൻ്റെ സ്ത്രീയുടെ ശരീരഭാഗങ്ങളിൽ എല്ലായിടത്തും പരിക്കുകളായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു അന്വേഷണത്തിൽ മനസ്സിലായ ഒരു കാര്യം, ഇതിനകത്ത് 2 സാധ്യതകൾ അവിടെ പറയപ്പെടുന്നുണ്ട്. അതായത് ഇപ്പം ഈ നമ്മുടെ വന്ദനാദാസിനെ കൊന്നത്, അല്ലെങ്കിൽ ആ കുട്ടി മരണം അടഞ്ഞത് ഒരു മയക്കുമരുന്നിന് അടിമയായ ഒരാളുടെ നിഷ്ഠൂര പ്രവർത്തനമാണ്. ഇവിടെയും അതുപോലെയുള്ള ഒരു സാഹചര്യമുണ്ടോ എന്നുള്ളത്. അതായത് 12,500 പേര് അതിക്രമിച്ച് കയറി ഈ കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെ ഉള്ളിടത്ത് അതിക്രമം കാണിക്കുന്നു. അതായത് തെളിവുകൾ മുഴുവൻ നശിപ്പിക്കുക. അവരെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് ഒരു രാഷ്ട്രീയ കക്ഷികളിലും മെമ്പർഷിപ്പില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടുകൂടിയല്ല, പിന്നെ ആരാണ് ഇതിന് പുറകിൽ? അപ്പോൾ ഇതിന് പുറകിൽ 2 സാധ്യതകളാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പം പറയുന്നത്. അതായത് ഈ ഡോക്ടർ എപ്പോഴും അധികം മരുന്ന് എഴുതുന്നതിന് എതിരായിരുന്നു. നമുക്കറിയാം, ചില ഡോക്ടർമാരെ കുറിച്ചൊക്കെ അപൂർവം ചില ഡോക്ടർമാരാണ് ആവശ്യമില്ലാത്ത മരുന്നുകൾ എഴുതുന്നുണ്ട് എന്നൊരു വ്യാഖ്യാനം അല്ലെങ്കിൽ ആക്ഷേപം വരുന്നുണ്ട്. ഇപ്പം ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല. അപ്പോൾ ഈ ഡോക്ടർ എപ്പോഴും അവരുടെ സംസാരത്തിൽ നമ്മൾ ആവശ്യമില്ലാതെ മരുന്ന് എഴുതിയാൽ അതുകൊണ്ട് പല ശരീര അവയവങ്ങൾക്കും കേടുവരും, എന്തിനാണ് അങ്ങനെ എഴുതുന്നത് എന്നുള്ള എപ്പോഴും സംസാരിക്കുന്നവരായിരുന്നു. ഒന്നുകിൽ അങ്ങനത്തെ മരുന്ന് കമ്പനികളുടെ പ്രതിനിധികളോ, അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും ഒക്കെ മയക്കുമരുന്നിന് അടുത്ത തലമുറയെ അതിനടിമകളാക്കുക. അവരടിമകളായ സ്വാഭാവികമായും അവർക്കുണ്ടാകുന്ന മക്കളുടെയും അവരുടെ രക്തത്തിൽ അതുണ്ടാവും. അങ്ങനെ ആ രാജ്യത്തെ തന്നെ നശിപ്പിച്ച് കളയാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിന്തറ്റിക് മയക്കുമരുന്നുകൾ 4-5 വർഷം കഴിയുമ്പോൾ പല്ല് വരെ കൊഴിഞ്ഞു പോവുക. അതൊന്നും നമ്മുടെ ചെറുപ്പക്കാരായ ആളുകൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആരോ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അവർക്ക് നല്ല സ്വാധീനമുണ്ട്. അതായത് ഈ ഡോക്ടറെ ആ ഹോസ്പിറ്റലിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്താൻ ശ്രമമുണ്ടായി. പക്ഷേ അത് അവിടുത്തെ ഡോക്ടർമാരും എല്ലാവരും കൂടി അതിനെതിരെ നിന്നപ്പോഴാണ് ആ വിദഗ്ധ ഒരു ടീമിനെ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യിപ്പിച്ചത്. എന്നിട്ടും എന്താണ് ഉണ്ടായത്? കൊലക്കുറ്റത്തിനല്ല ആദ്യ കേസ് ചാർജ് ചെയ്ത്. അപ്പോൾ അവിടുത്തെ പോലീസിൻ്റെ പിന്തുണ ഇക്കാര്യത്തിലുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട കൽക്കട്ട ഹൈക്കോടതി ഇടപെട്ടിട്ട് ഈ കേസ് CBIക്ക് വിട്ടപ്പോഴാണ് അവിടെ അല്പം ഒരു മാറ്റം വന്നത്. അതിനിടയ്ക്ക് ഗവൺമെൻറ്റിൽ ഇവർക്ക് സ്വാധീനമുണ്ട്. അവിടുത്തെ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ ആ ആശുപത്രിയിൽ നിന്ന് മറ്റൊരാശുപത്രിയിലോട്ട് മാറ്റാൻ തീരുമാനിച്ചു. അദ്ദേഹം ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജി കൊടുത്തതാണ്. അങ്ങനെ രാജി കൊടുത്ത ഒരാളെ എങ്ങനെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൽക്കട്ട ഗവൺമെൻറ്റിനോട്, ബംഗാൾ ഗവൺമെൻറ്റിനോട് ചോദിച്ചതിന് മറുപടിയില്ലായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ കാണുന്നതിനപ്പുറത്ത് ഉള്ള ഒരു ശക്തികൾ ഇതിന് പിന്നിലുണ്ടായി. 22,500 പേരെയൊക്കെ സംഘടിപ്പിക്കണമെന്ന് നമുക്കറിയാം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണ വേണം. പക്ഷേ ഇവിടെ ഒരു രാഷ്ട്രീയ കക്ഷി ഇല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ പിടിച്ച 250 പേര് മുഴുവൻ കൊടുത്തിരിക്കുന്നത്. അവരാരും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ആളല്ല. പിന്നെ അവർ ആരുടെ ആളുകളായിരുന്നു? അത് സത്യത്തിൽ CBI പുറത്തു കൊണ്ടുവരേണ്ട കാര്യമാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും അവശ്യ സർവീസുകളിലൊന്നല്ല, മറ്റ് സർവീസുകളിൽ പോലും സമരം അനാവശ്യമാണെന്ന് പറയുന്ന ആളാണ്. പക്ഷേ ഇക്കാര്യത്തിൽ കണ്ണു തുറപ്പിക്കണമെങ്കിൽ, ഒരു പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിൽ പോലും സർക്കാർ കണ്ണു തുറക്കണമെങ്കിൽ ചിലപ്പോൾ ജനജീവിതം സ്തംഭിപ്പിക്കേണ്ട ഒരു സ്ഥിതി വരും. ചിലപ്പോൾ ചിലരുടെയൊക്കെ ജീവൻ ചിലപ്പം അത്യാവശ്യ ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ നഷ്ടപ്പെട്ടെന്ന് വരാം. ഞാൻ അങ്ങനെ നഷ്ടപ്പെടാതെ ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് മുമ്പ് സംസാരിച്ച ഡോക്ടർ സൂചിപ്പിച്ചു, ഞങ്ങളൊക്കെ ഇനി അടുത്ത ദിവസം OP ഉൾപ്പെടെ അല്ലെങ്കിൽ തിയേറ്റർ ഉൾപ്പെടെ എല്ലാം
സമരം ചെയ്ത് പഴയ ഡെത്ത് റേറ്റിലോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഡോക്ടർമാർ ചിന്തിക്കരുത്. അങ്ങനെ വെച്ചാൽ നിങ്ങളെയൊക്കെ പഠിപ്പിച്ചത് നിങ്ങളുടെ മാത്രം കഴിവുകൊണ്ടല്ല, ഞങ്ങളെപ്പോലെയുള്ള കർഷകരും മറ്റുള്ളവരും ഒക്കെ തരുന്ന നികുതി പണം കൊണ്ടാണ് നിങ്ങളൊക്കെ നല്ലൊരു ശതമാനം ആളുകൾ ഡോക്ടർമാർ ഒക്കെ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സമൂഹത്തോട് ആ പ്രതിബദ്ധത ഉണ്ടാകണം. അതോടൊപ്പം തന്നെ സമൂഹത്തിനും നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടാകണം. അതായത് ഈ സ്ത്രീ ഡോക്ടർമാർക്ക് ഈ അധിക അങ്ങനെ കൊടുത്താൽ ഞാൻ ഒരിക്കലും പറഞ്ഞത് ഞങ്ങൾക്ക് ആ ഡെത്ത് റേറ്റ് കൊണ്ടുവരും എന്നല്ല. ഞങ്ങൾ അത്രയും മനുഷ്യപ്പറ്റില്ലാണ്ട് നിന്നാൽ അങ്ങനെ ഒരു സംഭവിക്കാവുന്ന ഒരു കാലഘട്ടം ക്രിയേറ്റ് ചെയ്യാമെന്നേ ഞാൻ പറഞ്ഞേ. പക്ഷെ ഒരിക്കലും ഞങ്ങൾ അങ്ങനെ നിൽക്കുന്നവരല്ല. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സമരം ഇത്ര മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ട ആ കുട്ടി മരിച്ച സമയത്ത് അങ്ങനെ ഒരു മെന്റാലിറ്റി ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ ഇന്നായിരുന്നു അത് വരേണ്ടത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമൂഹത്തെയാണ് ഇത്രത്തോളം ക്രൂരമായി ഇതാക്കുന്നത്. അല്ല ഡോക്ടറെ, ഞാൻ കോട്ടയംകാരനാണ്. ഡോക്ടർ വന്ദനാദാസിൻ്റെയൊക്കെ നഷ്ടം ഞങ്ങളുടെ നാടിനും കൂടി ഉണ്ടായ നഷ്ടമാണ്. അങ്ങനത്തെ ഒരു നല്ല ഡോക്ടറെ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം ഞങ്ങൾക്കൊക്കെ ഉള്ള സമയത്താണ് അതിനേക്കാൾ മൃഗീയമായി ഒരു ഡോക്ടർ ഈ രാജ്യത്ത്, അവരും ബംഗാളിലാണെങ്കിലും അവരും നമ്മുടെ ഭാരതം എൻ്റെ നാടാണ്, എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ ഞങ്ങൾ. അപ്പോൾ എന്തായാലും പൊതുസമൂഹം നിങ്ങളോടൊപ്പം ഉണ്ട്. ആരാണ് ഇപ്പം കൽക്കട്ടയിലെ മുഖ്യമന്ത്രി വരെയും പ്രകടനം നടത്തുക. അതിനകത്ത് എനിക്കൊരു ഹാസ്യം പോലും തോന്നി. നടപടി എടുക്കേണ്ട ആളുകൾ പോലും ഇതിനകത്ത് നടപടി വേണമെന്നും പറഞ്ഞ് റോഡിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അവിടെ ഭരണം വേറെ ആരുടെയോ കയ്യിലാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. പക്ഷേ കൽക്കട്ടയിലെ ആ മുഖ്യമന്ത്രിയെക്കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു അഭിപ്രായം, പക്ഷേ ചിലപ്പം അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ അതിനകത്തുണ്ടാകാം. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ രാത്രിയിലൊക്കെ ഡ്യൂട്ടി ഇടുന്ന വനിതാ ഡോക്ടർമാരെ അവരുടെ ഡ്യൂട്ടി സ്ഥലത്ത് എങ്ങനെ സുരക്ഷിതമാണോ അതുപോലെ തന്നെ അവരുടെ വീടുകളിൽ എത്തിക്കുന്നത് വരെയുള്ള ഉത്തരവാദിത്വം സമൂഹം അല്ലെങ്കിൽ ഇതിന്റെ മാനേജ്മെന്റുകൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. അപ്പൊ അവരെ ചികിത്സിക്കുന്നതിന് അവർക്ക് ശമ്പളം കിട്ടുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. ശമ്പളം കിട്ടുന്ന പോലെ തന്നെ അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കൊടുക്കണം. ഇന്നാളൊരു ഡോക്ടറെ ഇതുപോലെ ഡ്യൂട്ടി കഴിഞ്ഞു പോയ ഒരു ഡോക്ടറെ ഓട്ടോറിക്ഷയിൽ വെച്ച് ഒരാൾ ഉപദ്രവിക്കാൻ തുടങ്ങിയ വാർത്തയൊക്കെ നമ്മൾ വായിച്ചതാ. അപ്പൊ അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇതിന്റെ അധികാരികളുടെ ഭാഗത്തുനിന്ന് വലിയ തെറ്റുണ്ടായിട്ടുണ്ട്. ആ ഹോസ്പിറ്റലിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി എന്തൊക്കെയോ മറയ്ക്കാനുള്ള ഒരു ശ്രമം ആദ്യമുണ്ടായി. അത് മറ്റ് ഡോക്ടർമാരുടെ ശക്തമായ എതിർപ്പ് കൊണ്ടാണ്. അപ്പം ആരോ വലിയ ഒരു ശക്തി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ തുടരുന്നു. ഡോക്ടർ ശശിധരൻ, ഇപ്പോൾ നേരത്തെ ഡോക്ടർ നാദിയ പറയുകയായിരുന്നല്ലോ, അതായത് ഈ എത്ര നിയമം ഉണ്ടായിട്ടും കാര്യമില്ല, കാര്യങ്ങൾ അതേപടി തന്നെ നടക്കുന്നു, നിയമങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കൂടുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ കേന്ദ്ര നിയമം വരട്ടെ എന്നാണല്ലോ IMA അടക്കം ഇപ്പോൾ എല്ലാ ഡോക്ടർമാരുടെയും ഒരു പൊതുവായ ആവശ്യം. ഈ നിയമത്തോടെ ഡോക്ടർമാർ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ സംരക്ഷിക്കപ്പെടും എന്ന് കരുതുന്നുണ്ടോ? ഡോക്ടർ നാദിയ പറഞ്ഞത് ഞാൻ വളരെ സൂക്ഷ്മമായി തന്നെ കേട്ടു. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളൊരു 3 കാര്യങ്ങളാണ്. 3 കാര്യങ്ങൾ. ആദ്യം തന്നെ ഈ ആശുപത്രി സംരക്ഷണ നിയമത്തെക്കുറിച്ച് പറയാം. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ദേശീയ തലത്തിൽ പഴുതുകൾ അടച്ചുകൊണ്ടുള്ള സുശക്തമായിട്ടുള്ളൊരു ആശുപത്രി സംരക്ഷണ നിയമമാണ് നമ്മുടെ ആവശ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ നമ്മളിപ്പോൾ പറഞ്ഞു 25ഓളം സംസ്ഥാനങ്ങളിൽ ആശുപത്രി സംരക്ഷണ നിയമം, അതായത് ആശുപത്രിയിലുള്ള ഡോക്ടർമാർ, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ അവരുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന ആക്രമങ്ങൾ, അതേപോലെ തന്നെ സ്വത്ത് നഷ്ടങ്ങൾ, ഇവർക്കെതിരെയുള്ള ഒരു നിയമമാണ് ഈ ആശുപത്രി സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിലെ കാര്യം തന്നെ എടുത്ത് നോക്കാം. 2012 ആശുപത്രി സംരക്ഷണ നിയമം ശ്രീ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായിരിക്കുകയാണ് ആ ആശുപത്രി സംരക്ഷണം 2012 വന്നത്. അതിനുശേഷം കഴിഞ്ഞ 2023 ഞങ്ങൾ കണ്ടു, നമ്മുടെ വളരെ ദൗർഭാഗ്യകരമായ രീതിയിൽ നമ്മളൊരു സഹോദരിയെ അവിടെ ചികിത്സിക്കാൻ വേണ്ടുന്ന ഒരു പ്രതിയെ കുത്തേറ്റ് മരിച്ചിരിക്കുന്ന ഒരു സംഭവത്തിൻ്റെ തുടർച്ചയായി നടന്ന നമ്മുടെ സമരങ്ങളും മറ്റും ശേഷം അതിനൊരു പഴയ ആശുപത്രി സംരക്ഷണ നിയമം പരിഷ്കരിച്ച് വന്ന ആശുപത്രി സംരക്ഷണ നിയമം 2023 അതിൽ തന്നെ പറയുന്നത് ഈ ഒരു ആക്രമണം ഉണ്ടായി പരാതി സമർപ്പിച്ചു കഴിഞ്ഞാൽ 2 മാസത്തിനകം അതിൻ്റെ തുടർ നടപടികൾ നടത്തി അതിലുള്ള കുറ്റപത്രം സമർപ്പിക്കണം, മറ്റ് നടപടികൾ സ്പീഡിലാക്കണം, വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേക കോടതിയുടെ സേവനം എടുക്കാമെന്നൊക്കെയാണ്. പക്ഷെ അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. എന്ന് വെച്ചാൽ പലപ്പോഴും നിയമങ്ങൾ വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ വരുന്ന പാകപ്പിഴകൾ, അതായത് അതിൽ വരുന്ന ഒരുപാട് വീഴ്ചകൾ, അതായത് പ്രത്യേകിച്ച് ഈ നിയമപ്രകാരം കേസെടുക്കാനുണ്ടാകുന്ന മടി,
അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ഒരു ഒരു താല്പര്യം കാണിക്കായ്മ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ കേസ് എടുത്താൽ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ടാകുന്ന താമസം, പ്രതികളെ അറസ്റ്റ് ചെയ്താൽ മറ്റു പല സ്വാധീനങ്ങൾ കൊണ്ട് അവരെ എളുപ്പത്തിൽ വിട്ടുപോകാവുന്ന രീതിയിൽ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് ശരിക്കും ആശുപത്രി സംരക്ഷണ നിയമത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷെ പലപ്പോഴും ജാമ്യം കിട്ടുന്ന വകുപ്പുകളൊക്കെ ചേർത്ത് അവർക്ക് പുറത്തു വരാനുള്ള മറ്റു പല ഇടപെടലുകളുണ്ടാവും. അതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താ വെച്ചാൽ ഇതിനൊക്കെ ഒരു പീരിയോഡിക്കായിട്ടുള്ളൊരു ഓഡിറ്റിംഗ് വേണം. ഈ നിയമങ്ങൾ ശക്തമായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് നോക്കണം. അതേപോലെ തന്നെ ഈ ആശുപത്രി സംരക്ഷണ നിയമത്തിൽ പറയുന്നുണ്ട് എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് വേണം, അതേപോലെ തന്നെ CCTV ക്യാമറ സേവനം വേണം, മറ്റ് റെസ്ട്രിക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം എന്ന് പറയുന്നുണ്ട്. അതൊന്നും തന്നെ കേരള സംസ്ഥാനത്തിലടക്കം ഒരു സ്ഥലത്ത് ഇതേവരെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഭയങ്കര ദുഃഖകരമായൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ പീരിയോഡിക് ഓഡിറ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ ഇതെങ്ങനെയൊക്കെ നടപ്പിലാക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ പീരിയോഡിക്കായിട്ട് കാലാകാലങ്ങളിൽ ഓഡിറ്റ് നടത്തിയിട്ട് അതിൻ്റെ ന്യൂനതകൾ പരിഹരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെയുള്ളതെന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഈ NMCയുടെ കാര്യം എടുക്കാം. നമ്മൾ ഈ മെഡിക്കൽ കോളേജുകളുടെ സുരക്ഷിതത്വമില്ലായ്മ അല്ല ആശുപത്രിയുടെ സുരക്ഷിതത്വം എന്ന് പറഞ്ഞല്ലോ. ഈ മെഡിക്കൽ കോളേജുകൾ തുടങ്ങുമ്പോൾ പാലിക്കേണ്ട അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ട സംവിധാനങ്ങൾ സുരക്ഷിതത്വത്തിന് വളരെ പ്രാധാന്യം നൽകി അതേപോലെ തന്നെ മറ്റെല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് മെഡിക്കൽ കോളേജ് തുടങ്ങുമ്പോൾ മാത്രമല്ല, പിന്നീട് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഇത്തരം ഓഡിറ്റിങ്, അതായത് പീരിയോഡിക് ഇവാലുവേഷൻ, അതായത് കാലാകാലങ്ങളിൽ നടത്തുന്ന പരിശോധനകൾ വഴി ഇതൊക്കെ അവിടെ നിലവിലുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലവിടെയുള്ള അധികാരികൾ കാര്യക്ഷമമായിട്ട് തന്നെ അതിൽ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടെത്താനുള്ള തുടർച്ചയായിട്ടുള്ള പരിശോധനകൾ ഇവാലുവേഷൻ വേണമെന്നാണല്ലോ അല്ലേ താങ്കൾ ഉദ്ദേശിക്കുന്നത്? സംസ്ഥാന ഗവൺമെന്റ് അതെ. അപ്പോൾ ഡോക്ടർ ഈ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ നിന്നല്ല ഈ രാജ്യത്ത് ഒരിടത്തും ഇനി ആരോഗ്യ പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ. അത്തരത്തിലുള്ള നീക്കങ്ങൾ മുളയിലെ നുള്ളിക്കളയാൻ പാകത്തിലായിരിക്കണം നമ്മുടെ നിയമങ്ങൾ ഉണ്ടാകേണ്ടത്. അതിനൊരു കേന്ദ്ര നിയമമാണ് അനിവാര്യമെങ്കിൽ അതിലേക്ക് പോകുമെന്ന് കരുതുക. ഏതായാലും IMAയുടെ നേതൃത്വത്തിലൊക്കെ നടക്കുന്ന രാജ്യവ്യാപകമായ ഡോക്ടർമാരുടെ പ്രതിഷേധം ഇത്തരത്തിൽ ഫലം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ഈവനിങ്ങിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.